ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ്. ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൂരി മസാലയുടെ റെസിപ്പിയും ഞാൻ ഇതോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും പൂരി നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസ്പി ആയിരുന്നു, അതേപോലെ തന്നെ ഫ്ലഫി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇതിൽ ഞാൻ 2-3 ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ നമുക്ക് പൂരി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഉണ്ടാക്കുന്നത് 3 കപ്പ് ഗോതമ്പ് പൊടിക്കാണ്. അപ്പോൾ ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി മാറ്റിയിട്ടുണ്ട്. വലിയ പാത്രം എടുത്താലേ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ റവയാണ്. അപ്പോൾ റവയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റവയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അധികം ലൂസാകാതെ ശ്രദ്ധിക്കുക. നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന മാവ് പോലെ അത്രയും ലൂസാകണ്ട, അതിനേക്കാളും ഇത്തിരി കൂടി കട്ടിയിലിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം കുറേശ്ശെ ആഡ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് അവസാനം ആകുമ്പോൾ. അപ്പോൾ അതുവരെ നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈമിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടെ കുഴച്ചെടുക്കുക. അപ്പോൾ ബാറ്റർ കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്. ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും, ഒട്ടും സോഫ്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിന് പകരം വെളിച്ചെണ്ണയിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒരു പാനിലിട്ട് വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ പൂരി ഇന്ന് ചെയ്തെടുക്കുന്നത് ചപ്പാത്തി പ്രസ്സിലാണ്. അപ്പോൾ പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ പൊടി തട്ടിയിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരത്തിയെടുക്കുമ്പോൾ അധികം കട്ടിയാകാനും പാടില്ല, അധികം കട്ടി കുറയാനും പാടില്ല. ഒരു മീഡിയം ആയിട്ടുള്ളൊരു കട്ടിയിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അധികം കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാർഡായിരിക്കും പൂരി ഉണ്ടാക്കുമ്പോൾ, അധികം പൊന്തി വരത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ലപോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊന്തി കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഒരു സൈഡ് ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പൂരി കണ്ടല്ലോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, അതേപോലെ തന്നെ നല്ല ഫ്ലഫിയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ റവയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പൂരി നല്ല പോലെ ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുമ്പോഴത്തേക്കും അത് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലഫി ആയി കിട്ടാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി അല്ലെങ്കിൽ റവ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മുടെ പൂരി. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ആഡ് ചെയ്തിട്ടൊന്ന് പൂരി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റും അതേപോലെ തന്നെ ക്രിസ്പി ഫ്ലഫി ആയിട്ടുള്ളൊരു പൂരി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഞാനിവിടെ ഫുൾ പൂരി ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് എല്ലാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ടിപ്സൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് പൂരി ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്ക് ഇതിന് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പൂരി മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അധികം ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്യൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമാണ് ആഡ് ചെയ്യുന്നുള്ളൂ, മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മാത്രം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉരുളൻകിഴങ്ങ് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ആഡ് ചെയ്തെടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയത് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലായിട്ട് കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിയുടെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.